മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24 പറഞ്ഞു. ദുരന്ത ബാധിതരെ സർക്കാർ കൈവിടില്ല. അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുമെന്ന് മന്ത്രി റിയാസ് 24 പറഞ്ഞു. ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നൊപ്പം ചേരുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് ബെയിലി പാലത്തിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ മന്ത്രിസഭാ ഉപസമിതി അംഗമെന്ന നിലയിൽ ഈ പാലം നിർമ്മിക്കുന്നതിൻ്റെ ആ സമയത്താണ് ഞാൻ ഒടുവിൽ മിനിസ്റ്ററുമായിട്ട് ഇവിടുന്ന് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 1 വർഷമാകുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ ഈ വീണ്ടും ഒരിക്കൽ കൂടി ഈ ദുരന്ത മേഖലയിൽ വരുമ്പോൾ മിനിസ്റ്ററിന് തോന്നുന്നു? അത് ഒരു മായാത്ത ഓർമ്മകളാണല്ലോ. മായാത്ത ഓർമ്മകൾ ഉണങ്ങാത്ത മുറിവുകളും വേദനകളുമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഓർത്തത്, ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്തതാണത്. അന്ന് ഷിലൂരിലായിരുന്നു, അർജുൻ്റെ ഭാഗമായി ഷിലൂരിൽ കുറച്ച് ദിവസം ഗവൺമെൻറ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നിന്ന് അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചാണ് പുലർച്ചെ ഇങ്ങനെ ഫോണ് വരുന്നത്. മുഖ്യമന്ത്രി വിളിക്കുകയാണ്. പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യത ഉപയോഗിച്ച് ഞങ്ങൾ തീരുമാനിച്ച മന്ത്രിമാർ ഉടനെ അവിടേക്ക് വേഗത്തിലെത്തുന്നത്. ഇപ്പം എത്തി ഞങ്ങളും ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ്, എല്ലാ സംവിധാനങ്ങളും. ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ചിലർ അവരുടെ വീട്ടിലെ മക്കളെ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ അച്ഛനെ നഷ്ടപ്പെട്ടവരൊക്കെയാണ്. നമ്മളല്ലാതെ പുറത്തുനിന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരും വീട്ടിലെ ആളെ നഷ്ടപ്പെട്ട ഉടനെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ 1 വർഷം കഴിയുമ്പോൾ ഇനിയിപ്പോൾ പുനരധിവാസത്തിൻ്റെയും അത് പൂർണ്ണതോതിൽ നടക്കേണ്ടതുണ്ട്. മാതൃക ഒരു വീട് ഉടൻ റെഡിയാകും. ആ പ്രോജക്റ്റ് ഏതാണ്ട് മുന്നോട്ട് തന്നെ പോകുന്നു. ഡിസംബറോടുകൂടി എന്നതൊക്കെയായിരുന്നു അല്ലേ? ഇടയ്ക്ക് കോടതിയിലൊരു കേസ് വന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം വന്നു. പക്ഷെ അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെയാണ്, യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്. അത് സർവേ ആയാലും ശരി, അതിൻ്റെ മറ്റ് പ്രൊസീജിയറായാലും ശരി, ഇപ്പോൾ നിർമ്മാണമായാലും ശരി, 1 സെക്കൻഡ് നഷ്ടപ്പെടുത്താതെ നടത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ മറ്റ് ചില പ്രയാസങ്ങളൊക്കെ വന്നാൽ അതൊക്കെ പരിശോധിക്കുക. അപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകാം. അതിലൊന്നും വേറെ ഒരു പ്രയാസം വരുന്ന വിഷയമില്ല. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചത്. നമ്മൾ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗം കൂടിയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഈ ദുരന്തത്തിന് തൊട്ട് അടുത്ത ദിവസം തന്നെ ഇവിടേക്ക് എത്തുകയും ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തതാണ്. 1 വർഷത്തിന് ശേഷം വീണ്ടും ഈ മേഖലയുടെ വരികയാണ്. നാട്ടുകാരുടെ പരാതികളുണ്ട്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തനങ്ങൾ വേഗം കൂട്ടേണ്ടതുണ്ട്. ഇവിടെ ഒരു സ്ഥിരം പാലം എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. അക്കാര്യത്തിലൊക്കെ സർക്കാർ ഇടപെടലിൽ വീഴ്ചയുണ്ടാവില്ല എന്നൊരു ഉറപ്പ് കൂടിയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-മായി സംസാരിച്ചപ്പോൾ പങ്കുവച്ചത്.